ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോകളുടെ സ്പീഡ് കുറക്കുന്നതും കൂട്ടുന്നതും എങ്ങനെയെന്നാണ്. അതായത് ഏതെങ്കിലും ഒരു വീഡിയോയുടെ സ്പീഡ് നിങ്ങൾക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ അതും, ഇനി അതല്ല ഒരു വീഡിയോയുടെ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതും എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. Kdenlive എന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഞാൻ രണ്ട് വീഡിയോയും ഒന്ന് കാണിക്കാം. ഇതൊരു സ്ത്രീ നടന്നു വരുന്ന വീഡിയോയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ടോട്ടൽ ടൈം ഇപ്പോൾ 26 സെക്കൻഡ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി അടുത്തത് ഒരു കുട്ടി ഓടി വരുന്ന വീഡിയോ ആണ്. ഇത് 13 സെക്കൻഡുമുണ്ട്. അപ്പോൾ ഈ രണ്ട് വീഡിയോയുടെയും സ്പീഡുകൾ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഫസ്റ്റ് വീഡിയോയുടെ സ്പീഡ് ഒന്ന് കൂട്ടണം. ഈ കുട്ടി ഓടി വരുന്ന വീഡിയോയുടെ സ്പീഡ് നമുക്ക് കുറക്കണം. അപ്പോൾ അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ Kdenlive ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ വീഡിയോ ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് വീഡിയോ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ആ വീഡിയോ ടൈം ലൈനിലേക്ക് വലിച്ചിടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യിക്കാം. ഇത് ആ സ്ത്രീ നടന്നു വരുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ സ്പീഡാണ് നമുക്ക് കൂട്ടേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതിപ്പോൾ 26 സെക്കൻഡ് ഉണ്ട് എന്ന്. ഇനി ഇതിൻ്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടി ഇവിടെ മുകളിൽ റൈറ്റ് ബട്ടൺ അടിച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചേഞ്ച് സ്പീഡ് എന്നത്. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് 100-ലായിരിക്കും ഉണ്ടാവുക. ഞാൻ അതൊരു 200 ആക്കി കൊടുക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടി കൊടുക്കണം. ഞാനിപ്പോൾ 200 ആക്കി കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടൈം ഇവിടെ കാണാൻ പറ്റും. 26 എന്നത് 13 ആയി കഴിഞ്ഞു. ഞാനത് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ അത് വീഡിയോയുടെ ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് സ്റ്റോപ്പ് അടിക്കുന്നു. ഇത് നമുക്ക് റെൻഡർ ചെയ്യണം. ഇനി മറ്റേ വീഡിയോ കൂടെ ചെയ്യാനുണ്ട്. ഇത് ഞാൻ രണ്ട് വീഡിയോകളും ഞാൻ റെൻഡർ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കുക. ഇത് ഞാൻ റെൻഡർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയും ഇതിൻ്റെ ടൈം ലൈനിലേക്ക് ഇടുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 13 സെക്കൻഡാണ് ഈ വീഡിയോ. ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ബട്ടൺ അടിച്ച് ചേഞ്ച് സ്പീഡ് എടുക്കുന്നു. മുന്നത്തെ വീഡിയോ നമ്മൾ സ്പീഡ് കൂട്ടുകയാണ് ചെയ്തത്. ഇതിൻ്റെ സ്പീഡ് നമുക്ക് കുറക്കണം. അതിനുവേണ്ടി ഇതിൻ്റെ ടൈമും പെർസെൻറ്റേജും നമുക്ക് കുറക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 60 കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. അതായത് നോർമലായി. ഇതും റെൻഡർ ആയതിനു ശേഷം, അതായത് രണ്ട് വീഡിയോയും റെൻഡർ ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പോൾ വീഡിയോകളൊക്കെ റെൻഡർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വീഡിയോകളൊക്കെ നമുക്കൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരു വീഡിയോയുടെ സ്പീഡ് കുറക്കുന്നതും കൂട്ടുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. താങ്ക് യു.